ഓം ശാന്തി. ഇന്നത്തെ മുരളിയുടെ ചർച്ചയിലേക്ക് കടക്കാം. ഇന്നത്തെ തീയതി 11/5/2026. ബാബായുടെ മുരളി ചർച്ച ചെയ്യാം. കേൾക്കുന്ന നിങ്ങളോടൊരു കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. പറയൂ. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി വരുമ്പോൾ, എല്ലാം കൈവിട്ടുപോയി എന്ന് തോന്നുമ്പോൾ, യാന്ത്രികമായി ആകാശത്തേക്ക് നോക്കി അല്ലയോ ഭഗവാനെ എന്നെ സഹായിക്കൂ എന്ന് വിളിക്കാറില്ലേ? അതെ, എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യാറുള്ളത്. മുകളിലേക്ക് നോക്കിയൊരു അച്ഛനെ വിളിക്കാൻ ആരാണ് നമ്മളെ പഠിപ്പിച്ചത്? ശരിക്കും ആ അച്ഛൻ ആരാണെന്ന് നമുക്കറിയാമോ? ഇന്നത്തെ ഈ ഡീപ്പ് ഡൈവ് ചർച്ചയിൽ നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ഈ ഒരൊറ്റ ചോദ്യത്തിന്റെ ഉത്തരമാണ് കേട്ടോ. തീർച്ചയായും വളരെ ഗഹനമായൊരു ടോപ്പിക്കാണത്. അതെ, ബാബ നൽകുന്ന വളരെ ഗഹനമായ അറിവുകളിലൂടെയാണ് നാം ഇന്ന് സഞ്ചരിക്കുന്നത്. ഇന്നത്തെ മുരളിയുടെ ഹെഡിങ് തന്നെ നമ്മുടെ ലക്ഷ്യം വ്യക്തമാക്കുന്നുണ്ട്. അതായത്, ബാബ വന്നിരിക്കുന്നത് തന്റെ കുട്ടികളെ തനിക്ക് സമാനമായി മഹിമായോഗ്യരാക്കി മാറ്റാനാണ്. ശരിയാണ്. ഇതിന്റെ കൂടെ വളരെ രസകരമായൊരു ചോദ്യവും ഉത്തരവും ബാബ നൽകുന്നുണ്ട് കേട്ടോ. ഓഹോ, അതെന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ആ ചോദ്യം നമ്മൾ ഓരോരുത്തരും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുള്ളൊന്നാണ്. ചോദ്യം ഇതാണ്: ഭക്തിമാർഗത്തിൽ പരമാത്മാവാകുന്ന പ്രിയതമനെ പൂർണ്ണമായി അറിയില്ലെങ്കിലും മനുഷ്യർ ഏതൊരു വാക്കാണ് വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കുകയും പറയുകയും ചെയ്യുന്നത്? എന്താണത്? ഇതിനെ ബാബ നൽകുന്ന ഉത്തരം മനുഷ്യന്റെ ഏറ്റവും വലിയ വാഗ്ദാനമാണ്. അല്ലയോ പ്രിയതമ, അങ്ങെപ്പോൾ വരുന്നുവോ അപ്പോൾ അങ്ങേ മാത്രം ഓർമ്മിക്കും, മറ്റെല്ലാവരിൽ നിന്നും ബുദ്ധി മാറ്റും. വാ, അങ്ങനെ ഒരു വാഗ്ദാനം നമ്മൾ നൽകിയിട്ടുണ്ടല്ലേ? അതെ, ബാബ പറയുന്നു, നിങ്ങൾ ഭക്തിയിൽ കൊടുത്ത ആ വാഗ്ദാനം പാലിക്കാനുള്ള സമയം ഇപ്പോൾ വന്നിരിക്കുന്നുവെന്നാണ്. അതിനായി ദേഹി അഭിമാനിയായി, അതായത് സ്വയം ഒരാത്മാവാണെന്ന ബോധ്യത്തിലേക്ക് മാറണം. അതായത് സോൾ കോൺഷ്യസ് ആയി മാറണം. അതെ, ആത്മീയമായ ആ സത്യത്തിലേക്ക് ബുദ്ധിയെ കേന്ദ്രീകരിക്കുക എന്നതാണ് ആദ്യത്തെ പടി. ഒരു നിമിഷം, എനിക്കിതൊന്ന് പ്രായോഗികമായി ചിന്തിച്ചു നോക്കണം കേട്ടോ. മറ്റെല്ലാവരിൽ നിന്നും ബുദ്ധി മാറ്റി ഈ പ്രിയതമനെ മാത്രം ഓർമ്മിക്കുക എന്ന് പറയുന്നത് കേൾക്കാൻ എളുപ്പമാണ്. പക്ഷെ നമ്മൾ മനുഷ്യരാണ്, നമുക്കൊരു കുടുംബമുണ്ട്, ബന്ധങ്ങളുണ്ട്. അത് ശരിയാ. നമ്മളൊരു വിസിറ്റേഴ്സ് ബുക്കിൽ പേരെഴുതുമ്പോൾ സ്വന്തം പേരിനൊപ്പം ഭൗതിക ശരീരത്തിന്റെ അച്ഛന്റെ പേരല്ലേ എഴുതുക? അങ്ങനെയുള്ള നമ്മളോട് ആത്മാവിന്റെ അച്ഛനെ ഓർമ്മിക്കാൻ ബാബ പറയുന്നു. സത്യത്തിൽ ആരാണ് ഈ ആത്മാവിന്റെ അച്ഛൻ എന്ന് ചോദിച്ചാൽ നമ്മളിൽ എത്ര പേർക്ക് കൃത്യമായ ഉത്തരമുണ്ട്? അവിടെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വൈരുദ്ധ്യം കിടക്കുന്നത്. നമ്മുടെ ഈ ഭൗതികമായ കാര്യങ്ങളിൽ വളരെ വ്യക്തതയുള്ളവരാണ്. പക്ഷേ ദുഃഖം വരുമ്പോൾ നമ്മൾ വിളിക്കുന്ന ആ പാരലൗകിക പിതാവ് എങ്ങനെയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ലല്ലോ. അതെ, അറിയില്ല. ബാബ ഇവിടെ വളരെ ലളിതമായി ആ രഹസ്യം വെളിപ്പെടുത്തുന്നുണ്ട്. പരമാത്മാവിനെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ആശയക്കുഴപ്പത്തിലാകുന്നത്. ആത്മാവ് എപ്പോഴും ഓർമ്മിക്കുന്നത് ആ അച്ഛനെയാണ്. പക്ഷെ ആ അച്ഛൻ രൂപത്തിൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാതെയാണ് നൂറ്റാണ്ടുകളായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ രൂപം എന്താണെന്നത് ഒരു വലിയ ചോദ്യമായി വരികയാണ്. ഭക്തിമാർഗത്തിൽ നമ്മൾ വലിയ ശിവലിംഗങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ കാണാറുണ്ടല്ലോ. അതെ. ഒരു കൊച്ചുകുട്ടിക്ക് കണ്ണിന് കാണാൻ കഴിയാത്ത അത്ര ചെറിയൊരാശയത്തെ മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ വലിയ ചിത്രങ്ങൾ വരച്ചു കാണിക്കാറില്ലേ? അതുപോലെയാണോ ഈ വിഗ്രഹങ്ങൾ? വളരെ കൃത്യമായൊരു നിരീക്ഷണമാണത്. കാരണം ബാബ മുരളിയിൽ കൃത്യമായി പറയുന്നുണ്ട്, പരമാത്മാവ് വാസ്തവത്തിൽ ആത്മാവിനെപ്പോലെ വെറുമൊരു ബിന്ദു, അഥവാ പോയിന്റ് ഓഫ് ലൈറ്റ് ആണ്. വെറുമൊരു ബിന്ദു? അതെ. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി ഒരു ചെറിയ പ്രകാശ ബിന്ദുവാണ് എന്ന സത്യം ഒറ്റയടിക്ക് ഉൾക്കൊള്ളാൻ മനുഷ്യർക്ക് കഴിഞ്ഞെന്ന് വരില്ല. വെറുമൊരു ബിന്ദുവിനെ കാണിച്ചു കൊടുത്താൽ അതിൽ സ്നേഹം തോന്നാനോ ഏകാഗ്രമാകാനോ സാധാരണ മനുഷ്യർക്ക് സാധിക്കില്ലല്ലോ. അത് ശരിയാണ്. അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും ആരാധിക്കാനും വേണ്ടി ഭക്തിമാർഗത്തിൽ വലിയ രൂപങ്ങൾ, പ്രത്യേകിച്ച് ശിവലിംഗങ്ങൾ നിർമ്മിക്കുന്നത്. ബാബ പറയുന്നു, ദൈവം എല്ലാ ആത്മാക്കളുടെയും പിതാവാണ് എന്ന്. പക്ഷെ ഇവിടെ എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്നത് ദൈവം സർവ്വവ്യാപിയാണെന്നാണ്. തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ദൈവം ഒരു പ്രകാശബിന്ദു മാത്രമാകുന്നത്? ഇതൊരു നിർണായകമായ ചോദ്യമാണ്. ദൈവം സർവ്വവ്യാപിയാണെന്നത് ഭക്തിമാർഗത്തിലെ ഒരു വലിയ തെറ്റിദ്ധാരണയാണെന്ന് ബാബ തിരുത്തുന്നുണ്ട്. ഒന്ന് യുക്തിപരമായി ചിന്തിച്ചു നോക്കൂ. പറയൂ. ദൈവം എല്ലാറ്റിലുമുണ്ട്, എന്നിലുമുണ്ട്, നിങ്ങളിലുമുണ്ട്. എങ്കിൽ പിന്നെ നമ്മൾ ആരെയാണ് പ്രാർത്ഥിക്കുന്നത്?
നമ്മൾ നമ്മളെ തന്നെയാണോ പ്രാർത്ഥിക്കുന്നത്? അല്ല തീർച്ചയായുമല്ല. ദുഃഖം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മറ്റൊരു വ്യക്തിയെ അച്ഛാ എന്ന് വിളിക്കുക? എല്ലാവരും ദൈവമാണെങ്കിൽ പിന്നെ അവിടെ അച്ഛൻ മക്കൾ എന്ന ബന്ധം ഇല്ലാതാവുകയല്ലേ ചെയ്യുന്നത്? ദൈവം ഒരു പ്രത്യേക അസ്തിത്വമുള്ള ശാന്തിധാമത്തിൽ വസിക്കുന്ന ഒരു പ്രകാശബിന്ദുവായ അച്ഛനാണ്. ആ അച്ഛനാണ് നമ്മൾ ആത്മാക്കളുടെ പിതാവ്. വാവ്, അതൊരു വലിയ അഹാ മൊമെന്റ് ആണ് കേട്ടോ. നമ്മൾ തന്നെ ഭഗവാനാണെങ്കിൽ പിന്നെ ആരെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന ചോദ്യം ശരിക്കും ചിന്തിപ്പിക്കുന്നതാണ്. അപ്പോൾ പരമാത്മാവായ ബാബയെ നമ്മൾ ബിന്ദുരൂപത്തിലുള്ള ഒരു അച്ഛനായി തിരിച്ചറിഞ്ഞു. അതെ. ഈ ബിന്ദുരൂപനായ അച്ഛനുമായുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടതുകൊണ്ടാണോ നമ്മുടെ ഈ ലോകം സ്വർഗത്തിൽ നിന്ന് ഇന്നത്തെ ഈ നരകത്തിലേക്ക് മാറിയത്? ബാബ സൃഷ്ടിയുടെ ആദ്യ മധ്യ അന്ത്യത്തെക്കുറിച്ച് പറയുന്നത് ഇതാണോ? കൃത്യമായി പറഞ്ഞാൽ അതെ. ബാബ മനുഷ്യസൃഷ്ടിയുടെ ബീജരൂപനാണ്. ഈ ലോകമെന്ന വലിയ നാടകത്തിന്റെ മുഴുവൻ അറിവും ബാബയ്ക്കുണ്ട്. ബാബ പറയുന്നു, ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ഈ ഭാരതം നരകമാണ്, അഥവാ കലിയുഗമാണ്. കലിയുഗം. എന്നാൽ പണ്ട് ഇതേ ഭാരതം സത്യയുഗത്തിൽ സ്വർഗമായിരുന്നു. അവിടെ ദേവതകളുടെ രാജ്യമായിരുന്നു. ഒരൊറ്റ ധർമ്മം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഭാരതം മുഴുവനായി പാവനമായിരുന്നു. ബാക്കി എല്ലാ ആത്മാക്കളും ശാന്തിധാമത്തിലായിരുന്നു. അതെങ്ങനെയാണ് സംഭവിച്ചത്? എന്തിനാണ് സ്വർഗമായിരുന്ന ഒരിടം നരകമായി മാറിയത്? ഇതിന് പിന്നിലെ മെക്കാനിസം എന്താണ്? ഇതിനെ ഒരു ബാറ്ററിയോട് ഉപമിക്കാം. സത്യയുഗത്തിൽ ആത്മാവ് എന്ന ബാറ്ററി 100% ചാർജുള്ള അവസ്ഥയിലായിരുന്നു. അതാണ് സത്തോപ്രധാനാവസ്ഥ. ഓഹോ, അപ്പോൾ ഫുൾ ചാർജ് ആയിരുന്നു. അതെ. എന്നാൽ കാലക്രമേണ ആത്മാവ് ജനനമരണ ചക്രത്തിൽ വീണ്ടും വീണ്ടും വരുമ്പോൾ, ശരീരമെടുത്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞു വരും. അതായത് ആത്മാവിന്റെ ശുദ്ധിയും ഊർജവും ചോർന്നു പോകുന്നു അല്ലേ? കൃത്യം. ഈ ആത്മീയമായ ഊർജം നഷ്ടപ്പെടുന്ന അവസ്ഥയെയാണ് ബാബ തമോപ്രധാനമെന്ന് വിളിക്കുന്നത്. ആത്മാവ് തമോപ്രധാനമാകുമ്പോൾ ഭാരതം നരകമായി മാറുന്നു. വാ, ഈ ബാറ്ററി ഉദാഹരണം വളരെ വ്യക്തമാണ് കേട്ടോ. അപ്പോ ഈ ഊർജം നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ടാണോ ഭക്തിമാർഗത്തിലെ പല കഥകളും ഉണ്ടായിട്ടുള്ളത്? ഉദാഹരണത്തിന് വിഷ്ണുവിനെയും കൃഷ്ണനെയും ഒക്കെ നമ്മൾ ആരാധിക്കുന്നു. അതെ, വിഷ്ണുവിന് 4 കൈകളുള്ളതായി നമ്മൾ എപ്പോഴും ചിത്രങ്ങളിൽ കാണാറില്ലേ? ഒരു ജീവിക്ക് അല്ലെങ്കിൽ ദേവതയ്ക്ക് ജീവശാസ്ത്രപരമായി 4 കൈകളുണ്ടാവുകയെന്നത് അസാധ്യമാണല്ലോ. ഇതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? ഇതാണ് ബാബ നൽകുന്ന അറിവിലെ ഏറ്റവും മനോഹരമായ രഹസ്യമെന്ന് പറയാം. വിഷ്ണുപുരി എന്നത് വാസ്തവത്തിൽ സത്യയുഗമാണ്, അഥവാ സ്വർഗമാണ്. വിഷ്ണുവിനെ കാണിക്കുന്ന ആ 4 കൈകൾ ഒരു വ്യക്തിയുടെ ശരീരത്തെയല്ല സൂചിപ്പിക്കുന്നത്. അതൊരു സമവാക്യമാണ്. സമവാക്യമോ? അതായത് എന്ത് തരം സമവാക്യം? ആയ ലക്ഷ്മി നാരായണൻ എന്ന 2 പേര്. 2 കൈകൾ പുരുഷന്റേതും, അതായത് നാരായണൻ, പിന്നെ 2 കൈകൾ സ്ത്രീയുടേതുമാണ്, ലക്ഷ്മിയുടെ. വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ. ഇവർ 2 പേരും ചേർന്നാണ് സ്വർഗത്തിന്റെ പാലനം ചെയ്യുന്നത്. ആ സംയുക്തമായ ഭരണത്തെയും പാലനയെയും സൂചിപ്പിക്കാനാണ് വിഷ്ണുവിന് 4 കൈകൾ നൽകിയിരിക്കുന്നത്. കാലങ്ങളായി നമ്മൾ കണ്ടു ശീലിച്ച ഒരു രൂപത്തിന് ഇത്രയും ലോജിക്കലായ ഒരു അർത്ഥമുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പോൾ കൃഷ്ണനെ പലയിടത്തും നീല നിറത്തിലോ കറുത്ത നിറത്തിലോ ചിത്രീകരിക്കുന്നതിന് പിന്നിലും ഇതുപോലെ എന്തെങ്കിലും രഹസ്യമുണ്ടോ? കാളിയൻ എന്ന പാമ്പ് കടിച്ചതുകൊണ്ടാണ് കൃഷ്ണൻ കറുത്തതെന്നാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. ഏയ്, അതൊക്കെ തികച്ചുമൊരു മിത്താണ് എന്ന് ബാബ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൃഷ്ണൻ സത്യയുഗത്തിലെ ആദ്യത്തെ രാജകുമാരനാണ്. അങ്ങേയറ്റം സതോപ്രധാനമായ വെളുത്ത നിറമുള്ള ആത്മാവായിരുന്നു. പിന്നെങ്ങനെയാണ് ഈ ഇരുണ്ട നിറം വന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബാറ്ററി ഉദാഹരണം ഓർക്കുന്നില്ലേ? 84 ജന്മങ്ങളെടുത്തെടുത്ത് ആത്മാവ് തമോപ്രധാനമായതുകൊണ്ടാണ് ആ ഇരുണ്ട നിറം അഥവാ കറുപ്പ് നിറം ചിത്രീകരിക്കുന്നത്. അതൊരു ആത്മീയമായ അവസ്ഥയാണ്. ഓഹോ, ആത്മാവിന്റെ ഊർജം നഷ്ടപ്പെട്ട അവസ്ഥ, അല്ലാതെ ഭൗതികമായി പാമ്പ് കടിച്ചതുകൊണ്ടുള്ള നിറമാറ്റമല്ല അല്ലേ? ഒരിക്കലുമല്ല. പാമ്പ് എന്നു ബാബ ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യരിലെ 5 വികാരങ്ങളെയാണ്. കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം. ഈ വികാരങ്ങളുടെ വിഷം തീണ്ടിയപ്പോഴാണ് ആത്മാവ് കറുത്തതായി മാറിയത്. ഇത് ശരിക്കും നമ്മുടെ കണ്ണു തുറപ്പിക്കുന്നതാണ്. ഒരു കാര്യം കൂടി, ഗീതയെക്കുറിച്ചും ബാബ ഒരു വലിയ തിരുത്തൽ വരുത്തുന്നുണ്ടല്ലോ. ഗീതയില് കൃഷ്ണഭഗവാന് വാച എന്ന് എഴുതിയത് തെറ്റാണെന്ന് ബാബ പറയുന്നത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു ഞെട്ടലുണ്ടാകില്ലേ? ഞെട്ടലുണ്ടാകാം. പക്ഷെ യുക്തി ഉപയോഗിച്ച് ചിന്തിച്ചാൽ സത്യം മനസ്സിലാകും. ഭഗവാൻ ജനനമരണരഹിതനായ നിരാകാരനാണെന്നാണ് ബാബ വ്യക്തമാക്കുന്നത്. അതെ, കൃഷ്ണന് ജനനവും മരണവുമുണ്ട്. കൃഷ്ണൻ ദേവതയാണ്, ശരീരമുള്ളവനാണ്. ശരിയാണ്.
ഭഗവാൻ എന്ന് പറയുന്നത് എപ്പോഴും ജനന-മരണ ചക്രത്തിൽ വരാത്ത പ്രകാശബിന്ദുവായ പരമാത്മാവാണ്. അതിനാൽ ഭഗവാൻ ഉവാച എന്ന് പറയുന്നത് ആ നിരാകാരനായ പരമാത്മാവായ ശിവബാബയെക്കുറിച്ചാണ്, അല്ലാതെ ശരീരമുള്ള കൃഷ്ണനെക്കുറിച്ചല്ല. ജ്ഞാനം പകലാണ്, ഭക്തി രാത്രിയാണ് എന്ന് ബാബ പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ പഴയ കാലത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുമുള്ള യഥാർത്ഥ അറിവുകൾ, എന്താ പറയാ, അതിന്റെ സയൻസ് മനസ്സിലാക്കി. എന്നാൽ ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്നത്തെ ഈ സമയത്തിന്റെ പ്രത്യേകത എന്താണ്? ബാബ വളരെ ഗൗരവമായി മുന്നറിയിപ്പ് നൽകുന്നൊരു കാര്യമാണിത് കേട്ടോ. സമയം തീരാറാവുകയാണ്. ഈ പഴയ സൃഷ്ടിയുടെ, അതായത് ഊർജം നഷ്ടപ്പെട്ട ഈ കലിയുഗത്തിന്റെ വിനാശം നടക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായി ഈ വലിയ നാടകത്തിലെ എല്ലാ അഭിനേതാക്കളും ഇപ്പോൾ ഭൂമിയിൽ ഹാജരാണല്ലേ? അതെ, എല്ലാ ആത്മാക്കളും ഇപ്പോൾ ഹാജരാണ്. ഈ സത്യങ്ങൾ പഠിപ്പിക്കാൻ ബാബ വരുന്നത് ഒരു വലിയ അധികാരഭാവത്തിലല്ല, മറിച്ച് ഒരു ഖുദാ ദോസ്ത് അഥവാ ദൈവമായ സുഹൃത്ത് ആയിട്ടാണ്. ഖുദാ ദോസ്ത്, അതായത് ഒരു സുഹൃത്തിനെ പോലെ. ഇതൊരു മനോഹരമായ സങ്കല്പമാണ് കേട്ടോ. അതായത് ഒരു സുഹൃത്തായി നിന്ന് നമ്മളെ ശരിയാക്കുകയാണ് ബാബ. പക്ഷെ എനിക്കിവിടെ ചെറിയൊരു സംശയമുണ്ട്. നമ്മൾ സാധാരണയായി ദേവതകളെയാണ് ഏറ്റവും വലിയവരായി കാണാറുള്ളതല്ലേ? അതെ. അപ്പോൾ ബാബയോട് നേരിട്ട് ഈ അറിവ് ലഭിക്കുന്ന നമ്മൾ, അതായത് ഈ ബ്രാഹ്മണർ, സ്വർഗത്തിലെ ദേവതകളേക്കാൾ വലിയവരാണോ? അത് കേൾക്കുമ്പോൾ എന്താ പറയാ, കുറച്ച് അഹങ്കാരം തോന്നില്ലേ? ഒറ്റ നോട്ടത്തിൽ അങ്ങനെ തോന്നാം. പക്ഷെ അതിനു പിന്നിലെ യുക്തി മനസ്സിലാക്കണം. ബാബ പറയുന്നു, തീർച്ചയായും ഇപ്പോൾ ഈ അറിവ് ലഭിക്കുന്ന നിങ്ങൾ ബ്രാഹ്മണർ ദേവതകളേക്കാൾ ഉത്തമരാണ് എന്ന്. എന്തുകൊണ്ടാണെന്നറിയാമോ? എന്തുകൊണ്ടാണ്? കാരണം സ്വർഗത്തിൽ ദേവതകൾക്ക് ഈ ജ്ഞാനം ഉണ്ടാകില്ല. അവരവിടെ സ്വർഗത്തിന്റെ സുഖമെന്ന ഫലം അനുഭവിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ ഈ സംഗമയുഗത്തിൽ ഭഗവാൻ നേരിട്ട് വന്ന് നിങ്ങളെ പഠിപ്പിക്കുകയാണ്. നിങ്ങളാണ് ഭാവിക്കുള്ള വിത്തുകൾ പാകുന്നത്. ഓഹോ, അപ്പോൾ ബാബ നമ്മളെ പതിതത്തിൽ നിന്ന് പാവനമാക്കുകയാണ്. ഈശ്വരനുമായി നേരിട്ട് ബന്ധമുള്ള ഈ സമയം ദേവതാ ജീവിതത്തേക്കാൾ മഹത്തരമാണ് അല്ലേ? തീർച്ചയായും. എന്നാൽ ഈ പാവനമാകാനുള്ള യാത്ര വളരെ എളുപ്പമുള്ള ഒന്നല്ലാട്ടോ. ഇതിലെ ഏറ്റവും വലിയ തടസ്സം കാമമാണ്. അതെ അതെ, മുരളിയിൽ ബാബ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഭഗവാൻ ഉവാച, കാമം മഹാശത്രുവാണ്, അതിനു മുകളിൽ വിജയം നേടണമെന്ന്. എന്തുകൊണ്ടാണ് കാമത്തെ ഇത്ര വലിയ ശത്രുവായി ബാബ കാണുന്നത്? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബാറ്ററി ഉദാഹരണത്തിലേക്ക് തന്നെ വരാം. ആത്മാവിന്റെ ഊർജം ഏറ്റവും കൂടുതൽ ചോർന്നുപോകുന്നത് ദേഹാഭിമാനത്തിലൂടെയും കാമത്തിലൂടെയുമാണ്. അത് നമ്മളെ വീണ്ടും ശരീരത്തിലേക്ക്, ഈ ഭൗതികതയിലേക്ക് വലിച്ചിടുന്നു എന്ന് പറയാം. അതെ, അതിനു മുകളിൽ വിജയം നേടുക എന്നതാണ് ഈ ജ്ഞാനമാർഗത്തിലെ ഏറ്റവും വലിയ യുദ്ധം. ഈ യുദ്ധത്തിൽ ജയിക്കാൻ നമുക്കാവശ്യം ബാബയുടെ സഹായമാണ്. ദിവ്യദൃഷ്ടിയുടെ താക്കോൽ ബാബയുടെ കയ്യിലാണ്. ശരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കുന്ന ഏതൊരാൾക്കും സ്വന്തം ജീവിതത്തെ വേറൊരു കോണിലൂടെ കാണാൻ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വളരെ ലളിതമായി ഒന്ന് ചുരുക്കി പറയാം. ഇതൊരു ക്വിക്ക് റിവിഷനായി കണക്കാക്കാം. തീർച്ചയായും അതായിരിക്കും നല്ലത്. ഒന്നാമത്തെ പോയിന്റ് ഞാൻ ഓർമ്മിപ്പിക്കാം. ധാരണയ്ക്കുള്ള മുഖ്യ സാരമായി ബാബ പറയുന്നത്, പതിതരെ പാവനമാക്കുന്ന കർമ്മം ബാബയുടേതാണ്. ആ സേവനം നിങ്ങളും ബാബയോടൊപ്പം ചേർന്ന് ചെയ്യണം. പാവനമാകാൻ എല്ലാവർക്കും ബാബയെ ഓർമ്മിക്കാനുള്ള ലക്ഷ്യം കൊടുക്കണം. രണ്ടാമത്തെ പ്രധാന പോയിന്റ് ഇതാണ്. ഈ ബ്രാഹ്മണ ജീവിതം ദേവതകളെക്കാൾ ഉത്തമമാണ്. ഈ ലഹരിയിൽ, ഈ ആത്മീയ സന്തോഷത്തിൽ കഴിയണം. മറ്റെല്ലായിടത്തുനിന്നും ബുദ്ധി മാറ്റി പ്രകാശബിന്ദുവായ ആ പ്രിയതമനെ മാത്രം ഓർമ്മിക്കണം. കൃത്യം. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കിയത് ഭഗവാൻ സർവവ്യാപിയല്ല, മറിച്ച് ഒരു ബിന്ദുരൂപമാണ് എന്നതാണ്. ആ പരമാത്മാവ് നമ്മുടെ അച്ഛനാണ്. നമ്മളെല്ലാവരും പരസ്പരം സഹോദരങ്ങളായ ആത്മാക്കളാണ്. അതെ. ഒപ്പം നാലാമത്തെ കാര്യം, ഭാരതം ഒരു കാലത്ത് സമ്പൂർണ്ണ സ്വർഗമായിരുന്നു. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യം എന്ന ചക്രത്തെക്കുറിച്ച്, അതായത് ബാറ്ററി എങ്ങനെ ചാർജാകുന്നു, എങ്ങനെ ഡിസ്ചാർജാകുന്നു എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. ഈ 4 കാര്യങ്ങളും എപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ടാവണം. ഇനി ഇന്നത്തെ മുരളിയിലെ വളരെ പ്രധാനപ്പെട്ട ടൈറ്റിലുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്നത്തെ വരദാനം എന്താണെന്ന് നോക്കാം. ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒന്നാണ് കേട്ടോ. തീർച്ചയായും. ഇന്നത്തെ വരദാനം ഇതാണ്: ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും ശക്തിയിലൂടെ സേവനത്തിൽ സഫലത പ്രാപ്തമാക്കുന്ന സ്നേഹി സഹയോഗിയായി ഭവിക്കട്ടെ.
ഇതിന്റെ അർത്ഥമൊന്ന് ലളിതമായി പറയാമോ? വളരെ ലളിതമാണ്. ബ്രഹ്മകുമാരീസ് പ്രസ്ഥാനം തുടങ്ങിയ സമയത്ത് തുടക്കത്തിൽ ആർക്കും വലിയ ജ്ഞാനമൊന്നുമുണ്ടായിരുന്നില്ല. വലിയ കാര്യങ്ങളൊന്നും അവർക്കറിയില്ലായിരുന്നു. എന്നിട്ടും അവർക്കെങ്ങനെ ഇത്രയും സഫലത ലഭിച്ചു? അവിടെയാണ് കാര്യം. ബാബയോടും യജ്ഞത്തോടുമുള്ള അവരുടെ അതിയായ സ്നേഹവും അവർ ചെയ്ത ത്യാഗവുമാണ് അവർക്ക് വലിയ സഫലത നൽകിയത്. അറിവിനേക്കാൾ ഉപരിയായി ആ സാകാര സ്നേഹം അവരെ മന്മനാഭവ എന്ന അവസ്ഥയിലെത്തിച്ചു. അതായത് എന്നെ മാത്രം ഓർമ്മിക്കുക എന്ന അവസ്ഥ. അതെ, ബാബ ഗുമളോട് പറയുന്നത്, നിങ്ങൾക്കും ചിലപ്പോൾ വലിയ ജ്ഞാനമുണ്ടായില്ലെന്ന് വരാം, പക്ഷേ ഈ സ്നേഹവും ത്യാഗവും സേവനത്തിൽ കാണിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് സഫലത ലഭിക്കും എന്നാണ്. അത് വളരെ ആശ്വാസം നൽകുന്നൊരു കാര്യമാണ് കേട്ടോ. അറിവിനേക്കാൾ ഹൃദയത്തിനാണ് ബാബ വില കൽപ്പിക്കുന്നത്. ഇനി ഇന്നത്തെ സ്ലോഗൻ കേൾക്കാമല്ലേ? കേൾക്കാം. ഇന്നത്തെ സ്ലോഗൻ ഇതാണ്: മാലാഖയാകണമെങ്കിൽ വ്യർത്ഥ സംസാരം അഥവാ അസ്വസ്ഥമാക്കുന്ന സംസാരത്തിൽ നിന്നും മുക്തമാകൂ. മാലാഖയാകാനും ഈ വ്യർത്ഥ സംസാരവും തമ്മിലുള്ള ബന്ധമെന്താണ്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു മാലാഖ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രമെന്താണ്? എപ്പോഴും പറന്നു നടക്കുന്ന ഭാരം കുറഞ്ഞൊരു അസ്തിത്വമല്ലേ? അതെ, ഭാരമില്ലാത്ത അവസ്ഥ. എന്നാൽ നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുത്തുന്നത് എന്താണ്? നമ്മൾ കേൾക്കുകയും പറയുകയും ചെയ്യുന്ന വേണ്ടാത്ത കാര്യങ്ങളാണ്, വ്യർത്ഥമായ സംസാരങ്ങളാണ്. അത് മറ്റുള്ളവരെക്കുറിച്ചുള്ള കുറ്റപ്പെടുത്തലുകളാകാം, അനാവശ്യ തർക്കങ്ങളാകാം, അല്ലേ? കൃത്യം. ഈ ഭാരം വെച്ചുകൊണ്ട് ആർക്കും മാലാഖയെപ്പോലെ പറക്കാൻ കഴിയില്ല. അതുകൊണ്ട് വ്യർത്ഥ സംസാരങ്ങൾ ഒഴിവാക്കുക എന്നതാണ് മനസ്സിനെ ഭാരം കുറഞ്ഞതാക്കാനും മാലാഖയാകാനുമുള്ള ആദ്യത്തെ പടി. വളരെ വളരെ കൃത്യമായൊരു വിശദീകരണം. അവസാനമായി ഇന്നത്തെ മുരളിയിലെ വളരെ പ്രധാനപ്പെട്ട അവ്യക്ത സൂചന, നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എപ്പോഴും എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇത്. ഇന്നത്തെ അവ്യക്ത സൂചന ഇതാണ്: സദാ അജഞ്ചല സുദൃഢ ഏകരസ സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. നമ്മൾ ജീവിക്കുന്നത് പ്രശ്നങ്ങൾ നിറഞ്ഞൊരു ലോകമാണ്. നമ്മുടെ ചുറ്റും പ്രകൃതിയുടെ ക്ഷോഭങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ ബാബ പറയുന്നത്, എന്ത് സംഭവിച്ചാലും നമ്മുടെ മനസ്സെന്ന ആസനം ഇളകാൻ പാടില്ല എന്നാണോ? അതെ, ബാബ ഇവിടെ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിങ്ങൾ ഇടയ്ക്കിളകുകയും ഇടയ്ക്ക് അചഞ്ചലമാവുകയും ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സ്വർഗത്തിലെ സിംഹാസനവും ഇടയ്ക്കേ ലഭിക്കൂ എന്ന്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സുദൃഢമായിരിക്കണം. എന്തൊരു ശക്തമായ സന്ദേശമാണത്! സാഹചര്യങ്ങൾ എന്തൊക്കെയായാലും നമ്മുടെ ഉള്ളിലെ ശാന്തി നഷ്ടപ്പെടാൻ പാടില്ല. നമ്മൾ ഇന്നത്തെ ഈ ഡീപ് ഡൈവ് ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. കേൾക്കുന്ന നിങ്ങളോടൊരു കാര്യം പറഞ്ഞുകൊണ്ടേ ഞാൻ അവസാനിപ്പിക്കാം. പറയൂ. നമ്മൾ കണ്ടല്ലോ, ബാബ ഒരു രഹസ്യ സുഹൃത്തിനെ പോലെ, ഒരു ഹുദാദോസ്തായി വന്ന് വലിയ ശബ്ദകോലാഹലങ്ങളൊന്നുമില്ലാതെ ഈ ലോകത്തെ മാറ്റുകയാണ് എന്ന്. ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ആ അദൃശ്യനായ സുഹൃത്തിന്റെ സാന്നിധ്യം നിങ്ങൾ എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അത് ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അതെ, പുറത്തു നിന്നുള്ള ഈ ലോകത്തിന്റെ ബഹളങ്ങൾക്കിടയിലും വ്യർത്ഥ സംസാരങ്ങൾ ഒഴിവാക്കി നിങ്ങളെ എപ്പോഴും കേൾക്കാൻ തയ്യാറായി നിൽക്കുന്ന ആ പ്രകാശബിന്ദുവായ സുഹൃത്തുമായി ഒരു പുതിയ ബന്ധം സ്ഥാപിക്കാൻ ഇന്ന് നിങ്ങൾക്കൊരു ശ്രമം നടത്തിക്കൂടെ? അത് നിങ്ങളുടെ ജീവിതത്തിലെ ഭാരം എത്രത്തോളം കുറയ്ക്കുമെന്ന് ഒന്ന് അനുഭവിച്ചു നോക്കൂ. ഈ യാത്രയിൽ പങ്കുചേർന്നതിന് നന്ദി. ഓം ശാന്തി. ഓം ശാന്തി.